നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് പാൽ പൊറോട്ടയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ കറിയാണ്. എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. അതിനായി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പൊട്ടറ്റോ കറി എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, 4 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ സവാള. ചെറുതായതുകൊണ്ടാണ് ഒരെണ്ണം, വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതിയാവും. നമ്മൾ അധികം സവാള ചേർത്ത് കഴിഞ്ഞാൽ കറിക്കൊരു മധുരം ഉണ്ടാവും. ഇനി പൊട്ടറ്റോ തോല് മാറ്റിയതിന് ശേഷം ക്യൂബ്സായിട്ട് കട്ട് ചെയ്യാം. അതുപോലെ തന്നെയാണ് ഉള്ളിയിലെ പൊട്ടറ്റോ ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് കുക്കറിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പൊട്ടറ്റോയും സവാളയും കൂടി ചേർത്തെടുക്കാം. കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പ്. നമുക്ക് മസാലകൾ ചേർത്തെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ചേറെ കറിവേപ്പില, ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചെടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ 2 മുതൽ 3 വിസിൽ വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ മസാലകളൊക്കെ ചേർത്തിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുമ്പോൾ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. ഉരുളക്കിഴങ്ങ് വേകാനായിട്ട് കുറച്ച് സമയം എടുക്കില്ലേ, ആ സമയം കൊണ്ട് നമുക്ക് ഗോതമ്പ് പാൽ പൊറോട്ടയ്ക്ക് ആവശ്യമുള്ള മാവൊന്ന് കുഴച്ച് വയ്ക്കാം. അപ്പം അതിന് മുന്നേ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഒരു ബൗളിലോട്ട് 2 കപ്പ് ഗോതമ്പ് മാവ് ഇടുന്നുണ്ട്. ഇതിൽ മൈദമാവ് ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഗോതമ്പ് പാൽ പൊറോട്ടയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യല്ലേ. മാവിൽ നമ്മൾ ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കണം. ഒരു ചെറിയ സ്പൂണ് നെയ്യും കൂടി ചേർക്കാം. നെയ്യും കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ചേക്കുന്ന പാല് ചേർത്തെടുക്കുക. നല്ല ചൂട് പാലാണ് ചേർക്കേണ്ടത്. 2 കപ്പ് ഗോതമ്പ് മാവിന് 1 കപ്പ് ചൂട് പാല് ചേർക്കുക. ചൂട് പാല് ചേർത്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് മിക്സാക്കാൻ പറ്റും, കാരണം നല്ല ചൂടല്ലേ. അപ്പോൾ ചെറുതായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇനിയും നമുക്ക് കുറച്ച് വെള്ളവും കൂടി വേണ്ടി വരും. ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അതായത് സാധാരണ ചൂട് വെള്ളമല്ല, സാധാരണ വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ എനിക്കിതിപ്പോൾ കറക്റ്റ് എത്ര വെള്ളം ചേർക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, കാരണം ഓരോ ഗോതമ്പ് മാവ് അനുസരിച്ചിരിക്കും. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് മാവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് ചൂട് പാലും പിന്നെ 1 കപ്പ് വെള്ളം കൂടി എടുത്ത് വയ്ക്കുക. ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന കാട്ടിലും കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് കുഴച്ചെടുക്കാം. മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എടുത്ത വെള്ളത്തിൻ്റെ അളവ് പറയണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് ചൂടുപാല് പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് മാവൊന്ന് കുഴച്ചെടുത്തത്. കണ്ടോ, ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാം. 1 കപ്പ് വെള്ളം എടുത്തതിൽ ഇത്രയും വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ എറൗണ്ട് ഒരു 3/4 കപ്പ് വെള്ളമാണ് ചേർത്തത്. അതായത് 1 കപ്പ് ചൂടുപാലും 3/4 കപ്പ് വെള്ളവും. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. റെസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ. സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മാവ് കുഴച്ചതിന് ശേഷം ഒരു 10 മുതൽ 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കില്ലേ. ഇതിൽ നമ്മൾ ചൂട് പാലൊക്കെ ചേർത്ത് കുഴച്ചുകൊണ്ട് തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാവ് റെഡിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പാൽ പൊറോട്ട തയ്യാറാക്കിയെടുക്കാം. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പൊട്ടറ്റോ കറി കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊട്ടറ്റോ കറി റെഡിയാകുന്ന സമയം വരെ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇത് കുറച്ചും കൂടി സോഫ്റ്റായിട്ട് കിട്ടും. ഈ സമയം തന്നെ പൊട്ടറ്റയും നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഒരു ഹൈ ഫ്ലെയിമിൽ 3 വിസിലായപ്പോഴത്തേക്ക് ഗ്യാസ് ഓഫാക്കി അതിൻ്റെ പ്രഷറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ലിഡ് ഓപ്പണാക്കി നോക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. അതുപോലെ തന്നെ പൊട്ടറ്റോയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വിസിൽ ആവശ്യമുള്ളൂ. ഇനി അടുത്തായിട്ട് നല്ല ചൂട് കട്ടിയുള്ള ഒരു കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു ചെറിയ സ്പൂണ് കടുക്, ഒരു ചെറിയ സ്പൂണ് പെരിഞ്ജീരകം, അതായത് നമ്മൾ ഗരം മസാലയിലൊക്കെ ചേർക്കുന്ന ജീരകമാണ്, വലിയ ജീരകം. വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. കരിവേപ്പില. കടുകും പെരിഞ്ജീരകവും ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് മസാലകൾ ചേർത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ഫ്ലെയിം തീരെ സിമ്മിലാക്കി വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഗ്യാസ് ഓഫാക്കുക. ഞാനിപ്പോൾ ഗ്യാസ് ഓഫാക്കുകയാണ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ മസാലകൾ പെട്ടെന്ന് തന്നെ മൂത്ത് പോവും. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി,
മുതൽ 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ കറിക്ക് അത്യാവശ്യം കളറുണ്ടാവും. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ലാസ്റ്റ് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ചിക്കൻ മസാല. ഇത് ഹോം മെയ്ഡ് ചിക്കൻ മസാലയാണ്. ഇതിൻ്റെ വീഡിയോ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ സ്പൂണ് ചിക്കൻ മസാല ചേർക്കുമ്പോൾ തന്നെ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സ്പൂണ് ഗരം മസാല. എരിവിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി. എത്രയാണോ എരിവിന് ആവശ്യമുള്ളത് അതനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഈ ഒരു അളവിന് കുരുമുളക് പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കറിക്ക് എരിവുണ്ടാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതായത് ഈ പൊടികളുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. ഈ സമയം ഗ്യാസ് ഓണാക്കുക. കാരണം ഇത്രയും സമയം ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെറിയ ഫ്ലെയിമിൽ 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ സമയം ഉപ്പ് നോക്കണ്ട. ഇപ്പോൾ ഉപ്പ് നോക്കിയാൽ നമുക്ക് കറക്റ്റ് ഉപ്പിൻ്റെ അളവ് അറിയാനായിട്ട് പറ്റില്ല. ഇപ്പോൾ നോക്കൂ, പൊട്ടറ്റോ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ പീസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. എല്ലാം ഉടയ്ക്കേണ്ട കേട്ടോ, കുറച്ച് മാത്രം ഉടച്ചാൽ മതിയാവും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഗ്രേവിക്ക് അത്യാവശ്യം നല്ലൊരു തിക്നെസ്സും ഉണ്ടാവും. മസാലയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് ഗ്രേവി അത്യാവശ്യം നല്ല തിളച്ച് കുറച്ചും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം ഉപ്പ് നോക്കുക. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്താൽ 1-2 മിനിറ്റ് കൂടി നന്നായിട്ടും തിളപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മളുടെ പൊട്ടറ്റോ കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് എന്ത് എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്, തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൽ നമ്മൾ നാളികേരത്തിൻ്റെ പാലൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ്, ഈസിയാണ്, അതുപോലെ തന്നെ കുറച്ച് സ്പൈസിയാണ്. അപ്പോൾ ഈ ഒരു ഗോതമ്പ് പാൽ പൊറോട്ടയ്ക്ക് കോമ്പിനേഷൻ എന്ന് പറയുന്നത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള കറിയാണ്. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടുള്ളൂ. മാവ് കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഗോതമ്പ് മാവും കൂടി ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കുക. ഒത്തിരി ചെറുതാക്കേണ്ട, എന്നാൽ ഒത്തിരി വലുതും ആക്കേണ്ട, ഒരു മീഡിയം സൈസാണ്. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്കൊരു 8 ബോൾസ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു അളവിലാണ് ഞാൻ മാവൊന്ന് തയ്യാറാക്കി എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്കൊരു 8 പാൽ പൊറോട്ട തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി അടുത്തായിട്ട് ഇതൊന്ന് നിരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചപ്പാത്തിക്ക് നിരത്തുന്ന കല്ലെടുത്തിട്ടുണ്ട്. മാവ് ഈ ഒരു മാവിൽ ഒന്ന് മുക്കിയതിന് ശേഷം നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് നിരത്തുന്ന കണക്കൊന്ന് നിരത്തിയെടുക്കുക. ഒത്തിരി തിന്നാക്കരുത്, കുറച്ച് കട്ടിക്ക് തന്നെ നിരത്തിയെടുക്കുക. ഇതുപോലെ നിരത്തിയതിന് ശേഷം ഒരു സ്പൂണ് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒന്നിനും നെയ്യ് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ചേർക്കാം, ഏത് വേണമെങ്കിലും ചേർത്തെടുക്കാം. ഇങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഒരു ട്രയാങ്കിൾ ഷേപ്പിലാട്ടോ ഫോൾഡ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു 2 ആയിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മാവൊന്ന് തൂകിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് നിരത്തി കൊടുക്കുക. ഒന്നും കൂടി നിരത്തുമ്പോൾ ഒത്തിരി തിന്നാക്കല്ലേ, കുറച്ച് കട്ടിയായിട്ട് തന്നെ നിരത്തിയെടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പാക്കി ഒന്ന് മടക്കിയെടുത്തില്ലായിരുന്നു. അപ്പോൾ അത് നമ്മൾ പൊറോട്ട റെഡിയായി വരുമ്പോൾ നല്ല ലെയറായിട്ട് കിട്ടത്തുള്ളൂ. ഇതുപോലെ ഒന്ന് നിരത്തിയെടുക്കുക. അപ്പോൾ അത് ഈ ഒരു ഷേപ്പായിരിക്കും കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര കൗതുകമായിരിക്കും. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ റൗണ്ട് ഷേപ്പല്ലേ, അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു ഷേപ്പാണ് കിട്ടുക. അങ്ങനെ ആദ്യത്തെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഷേപ്പാട്ടോ ഉണ്ടാവുക, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ബാക്കി കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. മാവെല്ലാം ഒന്ന് നിരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാവ് നിരത്തിയപ്പോൾ എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് നിരത്തുമ്പോൾ കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടുമല്ലോ. ഞാൻ നിരത്തിയാൽ അങ്ങനെ കറക്റ്റ് റൗണ്ട് ഷേപ്പൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു പാൽ പൊറോട്ട വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി നമുക്ക് ഓരോന്നായിട്ട് റെഡിയാക്കി എടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം തവ വെച്ചെടുക്കുക. തവ നന്നായിട്ട് ചൂടായതിന് ശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. 2-3 സെക്കൻഡ് ആയതിനു ശേഷം ഒരു സൈഡ് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒന്നിലും നെയ്യ് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ ചേർക്കാം, ഏത് വേണമെങ്കിലും ചേർക്കാം. അതിനുശേഷം ഒന്ന് തിരിച്ചിട്ടെടുക്കുക. അടുത്ത സൈഡ് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുക. 2 സൈഡ് നെയ്യ് സ്പ്രെഡ് ചെയ്യണേ. നെയ്യ് അല്ലെങ്കിൽ എണ്ണ, ഏത് വേണമെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ കാണുന്നുണ്ടോ, ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് പൊങ്ങി വരും. ഇനി 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ റെഡിയാക്കുന്ന കണക്ക് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. കാണുന്നുണ്ടോ, ഇപ്പോൾ തന്നെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മളുടെ പാൽ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിരിക്കും. ആദ്യത്തെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല ചൂടായതുകൊണ്ട് തന്നെ ആ ലെയറൊന്നും എനിക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല. ബാക്കിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ഗോതമ്പ് പാൽ പൊറോട്ട റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നോക്കൂ, ആ ലെയറൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്.
ഒരെണ്ണം ഞാനൊന്ന് മുറിച്ച് കാണിച്ചിട്ട് ഇപ്പം തന്നെ നല്ല ചൂടുണ്ട്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ചപ്പാത്തി ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തപ്പോൾ ലെയർ ഉണ്ടാവും, നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഇന്ന് നമ്മൾ ഡിന്നറിന് ചപ്പാത്തിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലൊരു വെറൈറ്റി ആയിട്ടൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കും. പാൽ പൊറോട്ടയും കറിയും കൂടെ ചേർത്ത് ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. ഇപ്പം നോക്കുന്നുണ്ട് നല്ല സോഫ്റ്റാണ്. ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ഫോൾഡ് ചെയ്ത ലെയർ ഉണ്ടോ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി കറിയും കൂടി മുക്കി ഒന്ന് കഴിച്ച് നോക്കട്ടെ. അപ്പോൾ അതേ നല്ല ആ കറി നല്ല ഗ്രേവി നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മളിതിൽ നാളികേരത്തിന് പാലൊന്നും ചേർത്തിട്ടില്ല. അടിപൊളി കേട്ടോ, അത്യാവശ്യം നല്ല സ്പൈസിയാണ്. പിന്നെ ഈ ഒരു പാൽ പൊറോട്ട നമ്മൾ പാലൊക്കെ ചേർത്ത് കുഴച്ചുകൊണ്ട് നല്ല സോഫ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൊട്ടറ്റോ കറിയുടെ, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് പറയണേ. അപ്പോൾ പൊട്ടറ്റോ കറി നോക്കൂ, ചെറുതായിട്ട് തണുത്തപ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഉള്ളിയൊന്നും വഴറ്റണ്ട, എന്ത് എളുപ്പത്തിലായിട്ട് നമ്മൾ ഈ പൊട്ടറ്റോ കറി തയ്യാറാക്കിയത്. ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോയി കേട്ടോ. മാക്സിമം ഞാനൊന്ന് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ വേറെ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്